ഇതെല്ലാവരും തേച്ച് നോക്കണം. ഇത്രയും റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരേ ഒരു പ്രാവശ്യം ഇത് തേക്കേണ്ടു കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കട്ടിയോട് കൂടിയിട്ട് നന്നായിട്ട് വളരും. കാരണം മുടി കൊഴിച്ചിൽ മാറും, താരൻ മാറും, എല്ലാം മാറും. നിങ്ങൾക്ക് മുടി എന്താ പറയുക, കാട് പോലെ വളരും കേട്ടോ. കറിവേപ്പ് പൂക്കാൻ പാടില്ല. കണ്ട, കറിവേപ്പ് പൂക്കുക. ഇത് പൂതാക. നീരിറക്കം വരാതിരിക്കുക ഒരു പനിക്കൂർക്ക. പനിക്കൂർക്ക ഇങ്ങനെ ഇടണം. ഇത് നീരിറക്കം വരാതിരിക്കാനാണ്. രണ്ട് ടീസ്പൂൺ ചായപ്പൊടി, നന്നായിട്ടൊന്ന് അരിക്കണം കേട്ടോ. മുടിയിൽ നമ്മൾ എന്ത് തേക്കുകയാണെങ്കിലും നന്നായിട്ട് അരിച്ചിട്ടേണ് തേക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ചണ്ടി നമ്മളെ തലയുടെ ഓട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഇനി ബാക്കി കട്ടൻ ചായ ആരും കളയണ്ട. നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു ഇതിലേക്ക് കുറച്ചെടുത്തതിന്റെ ശേഷം ഇത് തേച്ച് ഒന്ന് കഴുകിയതിന്റെ ശേഷം ഈ ഷാമ്പു തേച്ചിട്ട് ഒരു വാഷും കൂടി ചെയ്യാം. കണ്ട, ഞാൻ ഓൾറെഡി ഷാമ്പു കൂട്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചതാണിത്.
ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നന്നായി എണ്ണയും തേച്ച് നല്ലൊരു താളി തേച്ച് പിന്നെ നമ്മൾ ഈ ഷാമ്പു നമ്മളെ മുടിയിൽ തേച്ചതിന് ശേഷം നല്ല അലോവേര ജെൽ ഇടുന്നത് നമ്മൾ മോയ്സ്ചറൈസ് ആവാനാണ്. അപ്പോൾ നമ്മളെ മുടി നല്ല തിളക്കത്തോടു കൂടി നല്ല ഉള്ളോട് കൂടി വളരാൻ പറ്റും. ഇതെല്ലാവരും തേച്ച് നോക്കണം. ഇത്രയും റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരേ ഒരു പ്രാവശ്യം ഇത് തേക്കണ്ടു കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കട്ടിയോട് കൂടിയിട്ട് നന്നായിട്ട് വളരും. കാരണം മുടി കൊഴിച്ചിൽ മാറും, താരൻ മാറും, എല്ലാം മാറും. നിങ്ങൾക്ക് മുടി എന്താ പറയുക, കാട് പോലെ വളരും കേട്ടോ. നിങ്ങളിതിനൊരു 15 മിനിറ്റ് വരെ വെച്ചിട്ട് ഷാമ്പു വാഷ് നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കട്ടൻ ചായയിലാണ് ഷാമ്പു നമ്മൾ കലക്കണത്. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കണം. കുറച്ച് അലോവേര ജെല്ല് കൂട്ടണം. കാരണം നമ്മളെ മുടി വല്ലാതെ പാറി പറന്ന് നിൽക്കില്ല മോയ്സ്ചറൈസ് ചെയ്ത പോലെ. ഇപ്പോൾ ഷാമ്പു കെമിക്കലാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാ ആഴ്ചയും ഓരോ ദിവസം ഇത് തേച്ചാൽ മതി.